ജനുവരി 1 എന്ന് പറയുന്നത് 111 എന്ന പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന ദിവസമാണ്. 11 എങ്ങനെ വരും? ജനുവരി എന്ന് പറയുന്നത് ഫസ്റ്റ് മാസമാണ്. അതുപോലെ തന്നെ 1-ാം തീയതിയാണ്. പിന്നെ 2026 എല്ലാം കൂടി കൂട്ടുമ്പോൾ 10 കിട്ടും. 10 എന്ന് പറയുന്നത് 1 + 0 1. 1 എന്ന് പറയുന്ന സൂര്യൻ്റെ സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ പുതിയ തുടക്കങ്ങൾക്ക് ഏറ്റവും നല്ല ദിവസമാണിത്. 111 പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന ദിവസം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ യൂണിവേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരാഗ്രഹം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതായത് 2026 എനിക്ക് ഈ ഒരു ആഗ്രഹം നടന്നു കിട്ടാൻ ഉണ്ട്. ആഗ്രഹം ഒരുപാട് ആഗ്രഹമുള്ള കാര്യങ്ങൾ വേണം ചോദിക്കാൻ. അങ്ങനെയുള്ള 2026 ജനുവരി 1-ാം തീയതി ഏത് സമയത്താണ് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1:11 1:11 ഉച്ചയ്ക്ക് കറക്റ്റ് 1:11 ഈ ഒരു ആഗ്രഹം നിങ്ങൾ പേപ്പറിൽ എഴുതി യൂണിവേഴ്സിനോട് പറയുക. ഒരു സംശയവും നിങ്ങളുടെ മനസ്സിൽ ആ സമയം ഉണ്ടാവാൻ പാടില്ല. അത് നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ആയിരിക്കണം. ഈ ഒരു ആഗ്രഹം ഒരു ഡൗട്ടുമില്ലാതെ നിങ്ങൾക്ക് നടന്നു കിട്ടുമെന്ന് പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം. ഈ ആഗ്രഹം നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ബേലീഫിൽ എഴുതാം, അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിനകത്ത് നിങ്ങൾക്ക് കറുപ്പല്ലാത്ത എന്തെങ്കിലും മഷിയുള്ള പേന ഉപയോഗിച്ച് എഴുതാം. വ്യക്തമായി, വളരെ ചെറുതാക്കി വ്യക്തമായി വേണം നിങ്ങളുടെ ആഗ്രഹം എഴുതാൻ. ആഗ്രഹം എഴുതിയ ശേഷം ഈ പുറവശം, ഇപ്പോൾ പേപ്പറാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറവശത്ത് ഒരു ഇൻഫിനിറ്റി സിമ്പലും അതിൻ്റെ താഴെയായിട്ട് 111 എന്ന സംഖ്യയും കൊടുക്കണം. ഇനി നിങ്ങൾ ബേലീഫാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറവശത്ത് ഇൻഫിനിറ്റി സിമ്പലും 111 എന്ന് പറയുന്ന സംഖ്യയും കൊടുക്കണം. അതിനുശേഷം ഇത് കയ്യിൽ പിടിച്ച് നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ നേരെ വേണം ഇത് കയ്യിൽ പിടിക്കാൻ. കയ്യിൽ പിടിച്ച ശേഷം 5 മിനിറ്റ് കണ്ണടച്ച് നിന്ന് ധ്യാനിക്കാം. ധ്യാനിക്കുന്ന സമയത്ത് എന്താണോ നിങ്ങൾ ഈ ആഗ്രഹം എഴുതിയിരിക്കുന്നത് അത് ഓൾറെഡി നടന്നു കഴിഞ്ഞാൽ എന്താണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അത് നിങ്ങൾ ഫീൽ ചെയ്യണം. ഇപ്പം നിങ്ങൾക്ക് ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ദിവസം എങ്ങനെയിരിക്കും എന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി രാവിലെ എഴുന്നേറ്റ് ജോലിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയം വരെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. അല്ല നിങ്ങൾ ധനമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രയും ധനം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ധനം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ എന്തു ചെയ്യും? ആ ധനം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ കടം വീട്ടുമോ? അതെല്ലാം വിഷ്വലൈസ് ചെയ്യുക. ഒരു 5 മിനിറ്റ് എടുത്തുകൊണ്ട് കംപ്ലീറ്റ്ലി വിഷ്വലൈസ് ചെയ്യുക. ഈ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു നെഗറ്റീവ് തോട്ട് പോലും നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാവാൻ പാടില്ല. രണ്ടാമതായി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഫോൺ സൈലൻ്റ് ആയിരിക്കണം. വളരെ ശാന്തമായിരിക്കുന്ന ഒരു സ്ഥലത്ത് വേണം ഇത് ചെയ്യുവാൻ. അതുപോലെ തന്നെ ഒരു മെഴുകുതിരി, വെളുത്ത കളറുള്ള ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുന്നതും മാനിഫെസ്റ്റേഷൻ്റെ പവർ കൂട്ടാൻ നിങ്ങളെ സഹായിക്കും.